CPM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. അതൃപ്തിയും പ്രതിഷേധവും തുടങ്ങി. CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ ഘടകങ്ങളിൽ നടന്ന സമ്മേളനങ്ങൾക്ക് പിന്നാലെ അതൃപ്തരുടെയും അസംതൃപ്തരുടെയും ഒരു നീണ്ട നിര തന്നെ പരസ്യമായി രംഗത്ത് വന്നെങ്കിലും സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമെന്ന് നേതൃത്വം പോലും ചിന്തിച്ചു കാണില്ല. അതും സമ്മേളനം പൂർത്തിയായി നിമിഷങ്ങൾക്കകം ഒരു പരസ്യ പ്രസ്താവന പ്രമുഖ നേതാവിൽ നിന്ന് തന്നെ ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരിക്കില്ല. എന്നാൽ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർ തഴയപ്പെടുമ്പോൾ പ്രതികരണവും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യുമായ A. പത്മകുമാർ. അർഹതപ്പെട്ടവർ തഴയപ്പെടുകയും അനർഹർ കടന്നുവരികയും ചെയ്യുമ്പോൾ പ്രതിഷേധത്തിന്റെ വേഗതയും വ്യാപ്തിയും കൂടുമെന്ന് നേതൃത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. CPM സംസ്ഥാന കമ്മിറ്റിയിൽ പരിഗണിക്കാതിരുന്നതിനാൽ അതൃപ്തി വ്യക്തമാക്കി മുതിർന്ന നേതാവായ A. പത്മകുമാർ രംഗത്ത് വന്നു. 52 വർഷത്തെ പാർട്ടി പ്രവർത്തനത്തിന് തനിക്ക് ലഭിച്ചത് വഞ്ചനയും അവഹേളനവും ചതിയുമാണെന്നാണ് പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. തനിക്ക് കുറെ പ്രയാസങ്ങളുണ്ട്. പാർട്ടി സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. നമ്മളൊക്കെ വെളിയിലും മറ്റു പലരും അകത്തുമായി. അതിന്റെ പ്രയാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. താൻ പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. താൻ ചെറിയൊരു മനുഷ്യനാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടെ ആളുകളെ എടുക്കുമ്പോൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരെ പരിഗണിക്കണം. ദേശാഭിമാനി വരിക്കാരെ ചേർക്കുന്നവർ ഉൾപ്പെടെയുള്ളവരെ പരിഗണിക്കണം. പാർലമെന്ററി രംഗത്തെ പരിചയം മാത്രം നോക്കരുതെന്നും അദ്ദേഹം കുറിച്ചു. തന്റെ അതൃപ്തി പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പത്തനംതിട്ടയിൽ നിന്നും സംസ്ഥാന സമിതിയിലെ പ്രത്യേക ക്ഷണിതാവായി വീണ ജോർജിനെ തെരഞ്ഞെടുത്തിരുന്നു. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ അവഗണിച്ച വീണയെ തെരഞ്ഞെടുത്തതിലാണ് പത്മകുമാറിന് പ്രതിഷേധമെന്നാണ് സൂചന. അതേസമയം തന്റെ പ്രതിഷേധത്തിന് കാരണം വീണ ജോർജിനെ പ്രത്യേക ക്ഷണിതാവാക്കിയതല്ലെന്നും മറ്റ് പല കാരണങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയിൽ പരിഗണിക്കാതെ പോയതോടെ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെയായിരുന്നു അദ്ദേഹം വേദിയിൽ നിന്നും മടങ്ങിയത്. കരുനാഗപ്പള്ളി വിഭാഗീയതയിൽ പങ്കുണ്ടെന്ന് കരുതുന്ന CPM-ന്റെ വനിതാ നേതാവ് സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സൂസൻ കോടിക്കൊപ്പമുള്ള ഒരു വിഭാഗവും ജില്ലാ കമ്മിറ്റി അംഗം PR വസന്തയെ അനുകൂലിക്കുന്ന മറുവിഭാഗവും തമ്മിലുള്ള ചേരിപ്പോരാണ് കരുനാഗപ്പള്ളിയിൽ പാർട്ടിക്ക് ക്ഷീണമായ വിഭാഗീയതയ്ക്ക് കാരണമായത്. വിഭാഗീയതയിൽ വിട്ടുവീഴ്ചയില്ലെന്ന ഉറച്ച നിലപാടാണ് ഇക്കാര്യത്തിൽ CPM സ്വീകരിച്ചത്. CPM സംസ്ഥാന സമിതിയിലേക്ക് 17 പുതുമുഖങ്ങൾ ഉൾപ്പെടെ 89 പേരെയാണ് തെരഞ്ഞെടുത്തത്. EP ജയരാജനും TP രാമകൃഷ്ണനും സംസ്ഥാന കമ്മിറ്റിയിൽ തുടരും. 5 ജില്ലാ സെക്രട്ടറിമാരെയും മന്ത്രി R. ബിന്ദുവിനെയും സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ആലപ്പുഴയിൽ നിന്ന് K. പ്രസാദ്, കണ്ണൂരിൽ നിന്ന് VK സനോജ്, PR രഘുനാഥിനെ കോട്ടയത്തു നിന്നും, തിരുവനന്തപുരത്തു നിന്നും DK മുരളി, കൊല്ലത്ത് നിന്ന് S. ജയമോഹൻ, വയനാട്ടിൽ നിന്ന് K. റഫീഖ്, എറണാകുളത്ത് നിന്നും M. അനിൽകുമാർ, കോഴിക്കോട് നിന്നും M. മെഹബൂബിനെയും V. വസീഫിനെയും, മലപ്പുറത്തു നിന്നും VP അനിൽ, പാലക്കാട് നിന്നും K. ശാന്തകുമാരിയെയും പുതിയ സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി.